ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് കൂട്ടുകാർക്കൊക്കെ സ്വാഗതം കേട്ടോ. കുറെ ദിവസമായി വീഡിയോ ഇടുന്ന എല്ലാം ഷോർട്ടായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോ ഷോർട്ടിന്റെ സമയം കൂടിയല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇന്ന് ഞാൻ ദാ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഇത്തിരി വയ്യായിരുന്നു, ബ്ലഡ് കുറവ്. അപ്പൊ പിന്നെ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ആഴ്ചയിൽ ഒരിക്കൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നു. അപ്പൊ ഇന്ന് മോൾക്ക് നോയമ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വെളുപ്പിലേ 4:30 എഴുന്നേക്കേണ്ടി വന്നു. അങ്ങനെ ഫുഡൊക്കെ അവളിൽ ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ കറിയൊക്കെ കൂട്ടി കഴിച്ചു. ഇനിയിപ്പം വെള്ളം കുടിക്കാതിരിക്കാൻ പാടാണ്, പക്ഷെ ഫുഡ് കഴിക്കാതെ അവിടെ ഇരുന്നോളും കേട്ടോ. അപ്പൊ ഞാൻ പറയാം, നോക്ക് ക്ഷീണം ഉണ്ടോന്ന് നോക്കാം. കോളേജിൽ പോയേക്കുന്നു, നോക്കാൻ പറഞ്ഞു. ഇനി എന്താണെന്നറിയാം. പക്ഷെ നമ്മൾ എല്ലാ വർഷവും 27-ാം രാവ് നോയമ്പ് എടുക്കും കേട്ടോ. അപ്പം ഈ പ്രാവശ്യം ഇനി എടുക്കണം. കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റില്ല, എനിക്ക് സുഖമില്ലായിരുന്നല്ലോ. അപ്പൊ ഈ പ്രാവശ്യം എടുക്കണം. പോയിട്ട് വരാം. അപ്പൊ ഈ ചേട്ടനെ വിളിച്ചോണ്ട് വേണം ഹോസ്പിറ്റലിൽ പോവാൻ. താക്കോൽ എടുത്തതാട്ടോ. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കേട്ടോ. പിന്നെ അവക്ക് ഞാൻ 2 ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പം ചോറ് കഴിക്കണം. അപ്പം മണി 2 ഞങ്ങൾ കൂടെ പിഴിഞ്ഞ് വെക്കണം. 6:30 എന്നാലും പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു, ജോലിയൊക്കെ ഒതുക്കിയിട്ട്. അപ്പൊ ഇനി മകള് വന്നിട്ട് നോയമ്പെടുത്ത് ക്ഷീണിച്ച അന്ന് എടുത്തേത് കോളേജിൽ സാരി ഉടുക്കാനാ പ്രോഗ്രാം. പക്ഷെ എന്തൊരു കളറ്, അത് ആസാമിൽ അടിച്ചു നോക്കിയിട്ട് അതാണ് കേട്ടാ. അങ്ങനെ ആ നോയമ്പുകാരി വന്ന് ക്ഷീണിച്ചിരിക്കുവാണ്. കുഴപ്പമില്ല, വെള്ളം കുടിക്കാത്തതിന്റെ അസ്വസ്ഥതയേ ഉള്ളൂ. കുറെ നാളായി മൃഗമൊക്കെ എടുത്തിട്ട്. മൃഗമൊക്കെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് 27-ാം രാവ് എടുക്കണം. അത് ഞാനും അങ്ങനെ ആ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. മുറ്റം തൂക്കണമായിരുന്നു, മുറ്റം തൂത്ത് കുളിച്ച്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടില്ല, ഇനി മീൻ കറി വെക്കണം. രാവിലെ ഞാൻ പോകാൻ നേരം ഒന്ന് കുളിച്ചായിരുന്നു, ചൂടല്ലേ അത് കാരണം. അപ്പൊ ഇനി മീൻ കറി വെക്കണം. പിന്നെ മോക്ക് നോയമ്പിനുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം, സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം. ബിസ്ക്കറ്റേ ഉള്ളൂ. പിന്നെ നാരങ്ങാളം വേണം. അങ്ങനെ കുറേ ജോലികളുണ്ട്. അപ്പൊ നമുക്കിനി കുറച്ചു നേരം എല്ലാവരും ചെയ്തപ്പോഴേ ഒരു അണപ്പ്. ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ജോലി ചെയ്യുക. വയനയില അപ്പമാണ് കേട്ടോ. നമ്മൾ പറയുന്നത് തിരളിയപ്പം. അപ്പൊ നമ്മൾ അന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വീട്ടിലിട്ടില്ലായിരുന്നു ആ സിന്ധിച്ചട. അപ്പൊ കുറച്ച് ഇല തന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ അത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നു അടുക്കളയിൽ. തേങ്ങ തിരുവണം, ഇനി അതാണ് പാട്. അപ്പോൾ ഇതാ ശർക്കരയുണ്ട്, പിന്നെ നമ്മളെ തിരളിയില, കുറച്ച് കൂട്ടൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പഴം മിക്സിയിലിട്ട് അടിക്കാമെന്ന് വെച്ച് ഈ മാവ് എടുത്തുകൊണ്ട് വരണം. ശർക്കര ഒഴുക്കാം കേട്ടോ. ഒന്ന് കുറച്ച് ശർക്കര ഇടുന്നു. പക്ഷേ ഐസ് തണുത്തുള്ള കളഞ്ഞ് തണുത്തോളം എടുത്തോണ്ട് കുറച്ച് തണുത്ത ഉപ്പി അതിനകത്ത് ഒഴിച്ചാൽ മതി. അതിൻ്റെ പാടായിട്ട് എന്തോ പഴം പഞ്ചസാര നല്ല കുഴക്കണം. മോദകമാണ്. എന്തോ തരളി പഴവും പഞ്ചസാര തേങ്ങ ഇട്ടിട്ട് മെയിനായിട്ട് ഞാൻ പറയും. തേങ്ങ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മോളും കൂടെ തിരളി ഫുള്ള് റെഡിയാക്കി വെച്ചു കേട്ടോ. വേവിക്കാൻ വെച്ചിട്ടാണ്. പിന്നെ മകൾക്ക് നോയമ്പ് മുറിക്കാൻ സമയമായി. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു കൊടുത്തായിരുന്നു കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഈന്തപ്പഴം, പിന്നെ കപ്പലിൻ്റെ മിഠായി, ബിസ്ക്കറ്റ്, ഇത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുള്ളതൊക്കെ വെച്ച് നമുക്ക് നോയമ്പ് എടുക്കാമല്ലോ. അങ്ങനെ ഉള്ളതൊക്കെ വെച്ചത് ആ മകൾ അങ്ങനെ ആദ്യമേ നാരങ്ങാവെള്ളം കുടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈന്തപ്പഴം കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ഓരോന്നെടുത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ പൊരിപ്പ് എന്തെങ്കിലും വേണമായിരുന്നെന്ന് അവൾ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ 2 ബിസ്ക്കറ്റ് മേടിച്ചപ്പോൾ മറന്നുപോയി കേട്ടോ. ഒരെണ്ണം മേടിക്കായിരുന്നു, വിട്ടുപോയി. അങ്ങനെ ഞാൻ പറഞ്ഞു തൽക്കാലം നമുക്കുള്ളതൊക്കെ വെച്ച് നോയമ്പ് തുറക്കാമല്ലോ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. മോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ നിന്ന്. അവൾ പിന്നെ പൊതുവേ ആഹാരം ഇത്തിരിച്ചേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത്തിരിച്ച് കഴിക്കും. അപ്പോൾ ഞാൻ വന്ന് മീൻ കറിക്കുള്ള നമ്മൾ മാങ്ങയും മുരിങ്ങയ്ക്കയും തക്കാളി ഒക്കെ അരിഞ്ഞു വെച്ചു. അപ്പോൾ അത് മത്തിയായിരുന്നു.
അതിനെ ഒന്നിട്ട് വെള്ളത്തിയിട്ട് വെട്ടാമെന്നും പറഞ്ഞു. അപ്പോൾ അതാ നമ്മൾ തിരളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ചേട്ടൻ വന്നു. പിന്നെ അറിയാമോ? എനിക്കറിഞ്ഞൂടാ. തൊലിയെന്തിനാ അത് പൊട്ടിച്ചിട്ട് തിന്നണം. മത്തേരിയാന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇവിടുന്ന് മേടിക്കുന്നത്, നോയമ്പ് ഓർക്കാൻ മേടിക്കുന്നത്. ചേട്ടൻ്റെ വർഷാപ്പിനടുത്തൊരു ഉമ്മയുണ്ട് കേട്ടോ. ഉമ്മ കൊടുത്തുവിടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പാലിട്ട് കുടിക്കുന്നത്. പിന്നെന്ത് പറഞ്ഞു, ഏലക്ക പോലെ ഇരിക്കുന്നുണ്ട്. തിന്നാൻ പരിപ്പിൻ്റെ ഇട്ട് ഇത് അവന് കൊണ്ട് കൊടുത്തിട്ട് വരാം. പാല് ചേർക്കണ്ടല്ലോ, അവനിങ്ങനെ അങ്ങ് കഴിച്ചോളൂ. ഇനി പാല് കാച്ചുന്നതിന്. ചോക്കോ ചിപ്സ് വേണോ കഴിക്കാൻ? വെള്ളം എടുത്തോട്ടേടി, വെള്ളം കുടിച്ചിട്ട് ചപ്പാത്തി ഇനി. വെളുപ്പിച്ച് വെട്ടി ഞാൻ മീൻ വെട്ടാന്ന് പറഞ്ഞാൽ കുളിച്ചോണ്ട് മീൻ വെട്ടണ്ടാന്ന് പറഞ്ഞു. മീൻ വെട്ടിത്തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി ഒന്നുകൂടെ കുളിക്കണ്ടല്ലോ. ഭയങ്കര ചെറുതല്ലേ. സാധാരണ മത്തിക്ക് ഇത്രയും ചെറുതിൽ വെച്ചിട്ട് വളർമത്തിയില്ലേ, വളരുന്ന മത്തി, പരന്ന മത്തി. മുരിങ്ങയ്ക്ക് മാങ്ങയും തക്കാളിയും. ഈ മാങ്ങ പക്ഷേ മഞ്ഞയാണെങ്കിലും നല്ല പുളി കിട്ടും. നല്ല പുളിയുള്ള മാങ്ങ. ഇരുമ്പ് ചട്ടിക്കറിയാം. കാര്യം 2 ചട്ടിയേ ഉള്ളൂ. ഇവിടെ ചട്ടുപിടി എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു. കണ്ടാ, ചട്ടി ഇപ്പോഴാണ് മേടിക്കൂ. ഭയങ്കര ഇടി കിട്ടുന്നു, പക്ഷെ മഴ പെയ്യുന്നില്ല. ഇടിമിന്നൽ തകർത്തടിക്കുന്നു. അപ്പോൾ ചേട്ടൻ കുറച്ച് മലക്കറിയൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞ് സാമ്പാറൊക്കെ വെക്കണം. അപ്പോൾ ആ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.